റോയ്ച്ചായ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് കോൺഗ്രസ് ഇന്ന് വയനാട്ടിൽ ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞ് പറയുന്നത്. അത്രയും വലിയ പ്രതാപകാലത്തിലേക്ക് എത്തിയ കേരളത്തിലെ പാർട്ടി അല്ല, ആഗ്രഹിക്കുന്നതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കോൺഗ്രസ് അങ്ങനെ 100 സീറ്റൊക്കെ വാങ്ങിച്ചു വന്ന പാരമ്പര്യം കോൺഗ്രസിൻ്റെ മുന്നണിക്ക് അങ്ങനെ വന്ന ചരിത്രമുണ്ട്. കേരളത്തിലെ ഈ സർവ്വകാല റെക്കോർഡെന്ന് പറയുന്നത് 1977 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് അച്യുതമേനോൻ്റെ ഭരണം കഴിഞ്ഞ് അച്യുതമേനോൻ മത്സരിച്ചില്ല. അതിനുശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന 1977 തെരഞ്ഞെടുപ്പിൽ 111 സീറ്റ് വാങ്ങിച്ചിട്ടാണ് ഐക്യമുന്നണി അന്ന് അധികാരത്തിൽ വന്നത്. പക്ഷേ അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 29ാമത്തെ ദിവസം കരുണാകരൻ രാജകേസിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. പിന്നെ AK ആന്റണി മുഖ്യമന്ത്രിയായി, പിന്നെ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായി. അങ്ങനെ ഏതാണ്ട് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ മൊത്തം മന്ത്രിസഭ തന്നെ താഴെ പോവുകയൊക്കെ ചെയ്തു. രാജിവെച്ച് ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കി അവരങ്ങ് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് 2001 AK ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് 99 സീറ്റ് കിട്ടി. പിന്നെ ഒരു സീറ്റ് MA വാഹിദ് എന്ന കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച വാഹിദും ജയിച്ചു. അങ്ങനെ 100 സീറ്റിൻ്റെ കിട്ടിയ ചരിത്രവും ഉണ്ട്. പിന്നീട് LDFനൊന്നും 100 സീറ്റ് കിട്ടിയിട്ടില്ല. 98, 99 ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ കോൺഗ്രസിന് 100 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമല്ല കോൺഗ്രസ് മുന്നണിക്ക്. അന്ന് 2001 AK ആന്റണിയുടെ നേതൃത്വത്തിൽ 100 സീറ്റ് കിട്ടി വന്നപ്പം പിന്നെ കോൺഗ്രസിന് 62 MLA ജയിച്ചു വന്നതാണ്. അത് കോൺഗ്രസിൻ്റെ ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള സർവ്വകാല റെക്കോർഡുമാണ്. അപ്പോൾ ആ പാർട്ടിയാണ് ഇപ്പോൾ 21 സീറ്റിൽ നിൽക്കുന്നു എന്നുള്ളത് ചരിത്രം വേറെ, 22 സീറ്റിൽ നിൽക്കുന്നു എന്നുള്ളത് ചരിത്രം വേറെ. അപ്പോൾ 2001 ആന്റണി സർക്കാർ 100 സീറ്റ് വാങ്ങിച്ചു വന്നു. പക്ഷേ ആ മന്ത്രിസഭ രൂപീകരിക്കുന്ന അന്ന് മുതൽ കോൺഗ്രസിനകത്ത് അടിപിടിയായിരുന്നു. കരുണാകരൻ എന്നൊരു വാദം ഉന്നയിച്ചത് 95 മന്ത്രിസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ചാരക്കേസിനെ തുടർന്ന് പുറത്താകേണ്ടി വന്നു. അപ്പോൾ ആ നഷ്ടപ്പെട്ട 1.5 വർഷം തനിക്ക് കിട്ടണമെന്നുള്ള വാദമായിരുന്നു. പക്ഷേ അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല. അപ്പോൾ AK ആന്റണി മന്ത്രിയായി, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പിറ്റേന്ന് മുതൽ അടിയെന്ന് പറയുന്നത് മന്ത്രിമാരെ ചൊല്ലി ആരൊക്കെ ആക്കണം എന്നുള്ളതിനെ ചൊല്ലി. അന്ന് അദ്ദേഹം മന്ത്രിയാക്കാൻ വേണ്ടി KV തോമസിൻ്റെ പേര് അതിനെ ചൊല്ലി. ആ KV തോമസിൻ്റെ പേര് അംഗീകരിക്കേണ്ടി വന്ന സ്ഥിതി വന്നപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ ആകെ മൊത്തം അത് അലമ്പും ബഹളവുമായിട്ടാണ് ആ മന്ത്രിസഭ പോയത്. കരുണാകരൻ ഒരു വശത്ത് നിന്നും ബഹളം ഉണ്ടാക്കുന്നു, പിന്നീട് കരുണാകരൻ ആ മന്ത്രിസഭയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ സർവത്ര കൂട്ടക്കുഴപ്പം ഉണ്ടാവുകയും 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 18 സീറ്റിൽ തോറ്റുപോയി. ലീഗിൻ്റെ 2 പേര് മാത്രമാണ് അന്ന് ജയിച്ചത്. അങ്ങനെ ആ മന്ത്രിസഭ 100 സീറ്റ് കിട്ടിയിട്ടും പ്രയോജനമില്ലാതായിപ്പോയി. അത് നശിച്ച് നാമാവശേഷമാകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് 2006 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 40-42 സീറ്റിൽ UDFന് ഒതുങ്ങേണ്ടി വന്നു. അതിനുശേഷം കാര്യമായ വളർച്ചയൊന്നും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. 2011 പിണറായി വിജയൻ്റെ കാരുണ്യത്താലാണ് 2 സീറ്റ് കിട്ടി 72 ഒരു മന്ത്രിസഭ ഉമ്മൻചാണ്ടി 5 കൊല്ലം തട്ടിമുട്ടി കൊണ്ടുപോയതൊക്കെ അത് ചരിത്രമാണ്. അപ്പോൾ കോൺഗ്രസിന് 100 സീറ്റ് കിട്ടുന്നത് അസാധ്യമായ കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അന്ന് മുതൽ യാദവകൂലം പോലെ അടിച്ച് നശിച്ചു പോകുമെന്നുള്ള സംശയം കോൺഗ്രസ്സുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ട്. അത് സംഭവിച്ച ചരിത്രമുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ അല്ല, അതിന്റെ ഒരു ട്രെയിലർ ഇപ്പൊ തന്നെ ഓടിയിട്ടുണ്ട്, ആര് മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ. പക്ഷേ അതിപ്പം അത് കഴിഞ്ഞ ദിവസം ഈ ലക്ഷ്യ ക്യാമ്പ് തുടങ്ങിയപ്പം KC വേണുഗോപാൽ അതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ KC വേണുഗോപാൽ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി നമ്മൾ അധികാര ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ തമ്മിൽ തല്ലി തല കയറാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഐക്യത്തോടുകൂടി നിൽക്കുക എന്നുള്ളൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ വീണ്ടും പുറത്തായി പോകുമെന്നുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. അത് ഏതാണ്ട് എല്ലാവരും ഏറ്റെടുത്ത മട്ടിലാണ് ഇപ്പം നിൽക്കുക. കാരണം ഈ അധികാരത്തിനകത്ത് പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്കറിയാം. എല്ലാവരുടെയും പേരിൽ കേസ്, വഴക്ക്, ദാരിദ്ര്യം, സാമ്പത്തിക ദാരിദ്ര്യം ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും ഒത്തുനിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയൊരു മേൽക്കൈ അത് പരമാവധി ഉപയോഗിക്കുക, സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുക, ഈ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ അന്തരീക്ഷം നിൽക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ പണിയെടുക്കാനും ഇനി തയ്യാറാവും. കാരണം അധികാരമാണല്ലോ ഇതിനെ എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിലേക്ക് പോകാനുള്ളൊരു മുന്നൊരുക്കമാണ് ഈ ലക്ഷ്യ ക്യാമ്പ് കൊണ്ട് നടക്കുക. ഇന്ന് നടന്ന മീറ്റിങ്ങിനകത്താണ് സതീശൻ കുറേ നാളുകളായിട്ട് ആവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ 26 എന്ന് പറയുന്ന പദ്ധതി ഇന്ന് വീണ്ടും അവതരിപ്പിക്കുകയും 100 സീറ്റ് വാങ്ങുക എന്നുള്ളത് അസാധ്യമല്ലെന്നും 60 മുതൽ 70 സീറ്റുകൾ വരെ കോൺഗ്രസിന് തന്നെ ഒറ്റയ്ക്ക് ജയിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ആൾക്കാരുടെ ഇടയിൽ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതീക്ഷ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് സതീശനെതിരെ ഈ CBI അന്വേഷണത്തെക്കുറിച്ചുള്ള ആരോപണം വന്നപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം സ്വിച്ചിട്ട പോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് സതീശനെ പിന്തുണയ്ക്കുകയും
ഇത് CPM-ൻ്റെ ഒരു ട്രാപ്പാണെന്നും ആ ട്രാപ്പിൽ പോയി വീഴരുന്നുള്ള ബോധം തൽക്കാലത്തേക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇതാണ് ഈ അധികാര വരൾച്ചയാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. കാരണം 10 പൈസ വരുമാനമില്ലല്ലോ, അധികാരം ഉണ്ടെങ്കിലല്ല വരുമാനം ഉണ്ടാവുകയുള്ളൂ. പിരിവ് നടത്താം, ശുപാർശ ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ആ സാധ്യത ഇല്ലാതായി പോയതിൻ്റെ ദുരിതം കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രത്തിലും ഇല്ല, കേരളത്തിലും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. 100 സീറ്റ് കിട്ടുമോ ഇല്ലയോ, കിട്ടുന്ന അസാധ്യമല്ല, പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത്ര വരെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് അത് അസാധ്യമല്ല എന്നുള്ളതാണ് ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഭരണത്തിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ 100 സീറ്റ് എന്ന് പറഞ്ഞ വലിയ നേട്ടത്തിലേക്ക് എത്തിയാലും ഈ ഒരു ലീഡർഷിപ്പ് ആരാവും എന്നുള്ള സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് മാത്രം കോൺഗ്രസിന് വളരെ പെട്ടെന്ന് തർക്കങ്ങളൊന്നും ഇല്ലാതെ എത്താൻ പറ്റൂ. അതൊരു പ്രോസസ്സ്. കോൺഗ്രസിൻ്റെ ഒരു ചരിത്രവും കോൺഗ്രസിൻ്റെ പ്രോസസ്സും അങ്ങനെയാണ്. അവരുടെ ഹൈക്കമാൻഡാണ് ആര് ആവണം. ഹൈക്കമാൻഡ് പല താല്പര്യങ്ങൾ വെച്ചിട്ടാണ് ഹൈക്കമാൻഡിൻ്റെ പിടിയിൽ നിൽക്കുന്ന ആളാണോ പാർട്ടിയെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ സാധാരണ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് കേരളത്തിലെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഇതേപോലെ തന്നെ DK ശിവകുമാറിൻ്റെ അവകാശവാദം കൊണ്ട് വന്നിട്ടും അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല. പാർട്ടിയിലെ സീനിയറും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും ഭരണചാതുര്യമുള്ള ഒരാളെന്നുള്ള നിലയിലാണ് സിദ്ധരാമയ്യയ്ക്ക് അവർ ഒരു രണ്ടാമത്തെ ടേം കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 7-ാം തീയതി ആകുമ്പോഴത്തേക്ക് കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളെന്നുള്ള റെക്കോർഡ് തന്നെ സിദ്ധരാമയ്യയ്ക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ പോലും രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്, തമ്മിൽ തല്ലി പോകാതിരിക്കാൻ വേണ്ടി ഹൈക്കമാൻഡിൻ്റെ നോട്ടത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു കോൺഗ്രസ്സുകാർക്കൊരു പാഠമാണ്. തല്ലി അടിച്ചു പോയാൽ നിങ്ങൾ ഇനിയും വീണ്ടും പെർമനൻ്റായിട്ട് പുറത്തു പോകും. കാരണം BJP-യുടെ വളർച്ച കേരളത്തിലും സൂചനകളുള്ളതാണ്. ഏത് സമയത്ത് അവരും കടന്നു വരാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് CPM ക്ഷയിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ള ഫീല് കോൺഗ്രസ്സിന് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തല്ലുകൂടിയാൽ, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തല്ലുകൂടിയാൽ ഇതെല്ലാം പോകുമെന്നുള്ളറിയാം. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാന മോഹികളായിട്ടുള്ള 2-3 പേര് അവർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. എങ്ങനെയെങ്കിലും അധികാരം ജയിച്ചു കഴിഞ്ഞിട്ടാവാം തല്ലുകൂടുന്നത് എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും അൾട്ടിമേറ്റ്ലി ഹൈക്കമാൻഡിൻ്റെ ഒരു മിഷൻ, ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശമൊക്കെ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇതിന് ശേഷമാവാം എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലൊന്നും അലമ്പുണ്ടാകാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം അലമ്പുണ്ടാകാനായിരുന്നെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മുട്ടനടിയും ബഹളവും നടക്കണ്ടായിരുന്നു. അതൊന്നും അങ്ങും ഇങ്ങനെ റിബലുകളുടെ എണ്ണം താരതമ്യേന കോൺഗ്രസിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 30 പേര് 35 പേരാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ അവിടെ റിബലായിട്ട് പലയിടത്തുമായിട്ട് മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ റിബലുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതിന് റീസൺ ഇതാണ്, എങ്ങനെയെങ്കിലും പൊത്തകത്ത് കയറുക എന്നുള്ളൊരു ഒരു മോഹത്തിൻ്റെ പേരിൽ നിൽക്കുകകൊണ്ടാണ് അടി കൂടാതിരിക്കുന്നത്. അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടി ഉണ്ടാകുമായിരിക്കാം. അത് കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിൻ്റെ തലവരയിൽ അങ്ങനെ തന്നെ ഉള്ളതാണ്. അതിലൊന്നും ഒരു മാറ്റവും വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ ഭരണവിരുദ്ധ വികാരം അതുപോലെ ശബരിമല, ഈ 2 വിഷയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇത് മാത്രം മതിയോ? അവരുടെ ഒരു സംഘടനാപരമായ ഒരു ഒരുക്കം കൂടെ വേണ്ടേ? കോൺഗ്രസിൻ്റെ സംഘടനാപരമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഇപ്പം CPM-നോ BJP-ക്കോ ഉള്ളതുപോലെ ഒരു പ്രഖ്യാപിത സംഘടനാ സംവിധാനമൊന്നുമില്ല. ജനങ്ങൾ ഇറങ്ങി വോട്ട് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിന് അങ്ങനെ കാര്യത്തിൽ വളരെ കൃത്യമായുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ ആൾക്കാർ ധാരാളം പേര് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സ്വയം സമർപ്പിതരായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വാർഡിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ നടന്ന ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ വീട്ടിൽ 40 പേരാണ് ആദ്യത്തെ സ്റ്റേജിൽ വീട്ടിൽ ഈ പ്രസ്താവനയുമായിട്ട് ഞാൻ തന്നെ മേടിച്ചു പോയി. അപ്പോൾ സാധാരണ പാർലമെൻറ്റ് ഇലക്ഷനൊന്നും ഒരാൾ പോലും ആ പ്രദേശത്തെങ്ങും വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ അവിടെ മാത്രമല്ല പല വാർഡുകളിലും കോൺഗ്രസ്സുകാർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ വളരെ സീരിയസ് ആയിട്ടാണ് വോട്ട് ഈ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുന്നതിന് വേണ്ടി അവർ രംഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസിന് നേട്ടം കിട്ടിയത്. കാരണം ആൾക്കാരെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന് ഇത്ര സീറ്റ് കിട്ടത്തില്ല.